ഭൂമിയിലെ ജനങ്ങൾ പുതുവർഷം ആഘോഷിച്ചപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും പുതുവർഷാഘോഷം നടന്നു. നാസ ശാസ്ത്രജ്ഞ സുനിത വില്യംസും കൂട്ടരുമാണ് ബഹിരാകാശ നിലയത്തിൽ പുതുവർഷം ആഘോഷിച്ചത്. പുതുവർഷം പിറക്കുമ്പോൾ 16 സൂര്യോദയവും 16 അസ്തമയവും അവർക്കു ചുറ്റും നടക്കുമെന്നതാണ് പ്രത്യേകത. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലാണ് ISS. ഒരു ദിവസം 16 തവണയാണ് ഈ ബഹിരാകാശ പരീക്ഷണശാല ഭൂമിയെ ചുറ്റുന്നത്. ഒരു പരിക്രമണത്തിന് 90 മിനിറ്റ് എടുക്കും. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചാരം. അതിനാൽ ISSലുള്ളവർ എന്നും 16 ഉദയാസ്തമയമാണ് കാണുന്നത്. 2024 ജൂണിലാണ് നാസയുടെ യാത്രികനായ ബുച്ച് വിൽമോറുമൊത്ത് ബോയിങ്ങിന്റെ പരീക്ഷണ പേടകമായ സ്റ്റാർലൈനറിൽ ISSലേക്ക് പോയത്. സ്റ്റാർലൈനറിന് സാങ്കേതിക തകരാർ നേരിട്ടതിനാൽ തിരിച്ചുവരവ് വൈകി. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്താൻ നേരത്തെ നിശ്ചയിച്ചതിലും വൈകും. ഇരുവരെയും ഫെബ്രുവരിയിൽ തിരിച്ചെത്തിക്കാനാകില്ലെന്നും മാർച്ച് അവസാനത്തോടെയാണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ഇവർക്കരികിലേക്ക് എത്തുകയെന്നും നാസ അറിയിച്ചു. മടക്കയാത്ര ഏപ്രിൽ ആദ്യവാരത്തിലേക്ക് നീളാൻ സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 8 ദിവസം നീണ്ട ദൌത്യത്തിനായി ജൂൺ 5-നാണ് ബോയിങ് സ്റ്റാർലൈനർ പേടകം വിക്ഷേപിച്ചത്. എന്നാൽ പേടകത്തിനുണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും കാരണം സുനിതയ്ക്കും വിൽമോറിനും കൂടുതൽ ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നു. ആഴ്ചകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ സഞ്ചാരികളില്ലാതെ സ്റ്റാർലൈനർ തിരികെ ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ബഹിരാകാശ നിലയത്തിൽ അപ്രതീക്ഷിതമായ തങ്ങൽ സുനിത വില്യംസിന്റെ ആരോഗ്യസ്ഥിതി വഷളാക്കിയതായി പുറത്തുവന്ന ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ സുനിതയുടെ ആരോഗ്യത്തിൽ ആശങ്ക വേണ്ടെന്നും മതിയായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും നാസ വിശദീകരിച്ചു. ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്ര പരീക്ഷണങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും സുനിത പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടെ ക്രിസ്മസ് തൊപ്പി ധരിച്ച് ഇരുവരും നിൽക്കുന്ന ചിത്രവും വൈറലായിരുന്നു. സഞ്ചാരികളെ 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ തിരികെ എത്തിക്കാനാണ് നേരത്തെ നാസ തീരുമാനിച്ചിരുന്നത്. ഇതേ തുടർന്ന് സെപ്റ്റംബർ 6-ന് സഞ്ചാരികളില്ലാതെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ ഇറക്കിയിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രൂ 9 ഉദ്യമം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പകരമായി ഒരുക്കിയിട്ടുള്ള ക്രൂ 10 മാർച്ച് മാസത്തിന് മുൻപ് വിക്ഷേപിക്കാൻ സാധിക്കില്ലെന്നുമാണ് നാസ അറിയിക്കുന്നത്. ബഹിരാകാശ പേടകത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ട സമയം പരിഗണിച്ചാണ് മാർച്ചിലേക്ക് നീക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.